ദീനിന്റെ ഇൽമുകൾ ഹൃദയത്തിൽ ഏറ്റെടുത്തവർ അള്ളാഹു അവരെ പാഴാക്കില്ല, അന്തസ്സുള്ള ജീവിതം അവർക്ക് നൽകും. ചിലപ്പോ ശമ്പളം 7000 ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ 10000 ആയിരിക്കും, പക്ഷേ ജീവിതം റാഹത്തല്ലേ. നമ്മള് കാണുന്നില്ല ഉസ്താദന്മാര് പെണ്ണും പിള്ളയും ബൈക്കിന്റെ പുറകെ വെച്ച് ഉസ്താദ് കറങ്ങി നടക്കുക, ശമ്പളം അത്രേ ഉള്ളൂ, ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ല, റാഹത്തായ ജീവിതം. ഏത് കല്യാണത്തിന് വിളിച്ചാലും പോകും, ഒരു കൈമടവക്കട കൊടുക്കും. ഇനി ദൂരെ കൂട്ടുകാരന്റെ കല്യാണാണോ, അവിടെയും പോകും ഉസ്താദ്, ഒറ്റയ്ക്ക് പോയില്ല, കുടുംബത്തെയും കൊണ്ടേ പോത്തുള്ളൂ. ഇത്ര റാഹത്തായിട്ട് ജീവിതം ആസ്വദിക്കുക, അള്ളാഹു കൊടുക്കും. അള്ളാഹു ഖുർആൻ പഠിക്കുന്നവരെ ദുനിയാവിലോ ആഖിറത്തിലോ പാഴാക്കി കളയില്ല, അള്ളാഹ് പാഴാക്കി കളയില്ല. നമ്മൾ ഖുർആനെ മനസ്സിലാക്കിയത് അതെന്തോ ഒരു സംഭവം, ഒരു മതഗ്രന്ഥം അല്ലേ. നിസ്കാരവും നോമ്പിനും മാത്രം ഖുർആൻ എടുത്താൽ മതി. പക്ഷെ നമുക്കാണ് തെറ്റുപറ്റിയത്, നമുക്കാണ് തെറ്റുപറ്റിയത്. ലോകം കണ്ട ശാസ്ത്രജ്ഞന്മാർ, കീത്ത് മൂറിനെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ ഖുർആനിന്റെ പങ്ക് എന്ത് എന്ന് ലോകത്തിന്റെ മുമ്പിൽ പറയുന്നുണ്ട്. കീത്ത് മൂറിനെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ. മൗറിസ് ബുഖായി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട്, നിസാര ആളൊന്നുമല്ല. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങള്, അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങള്, അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ ലോകത്തിന്റെ മുമ്പിൽ വലിയ ചർച്ചയാ. നമുക്കറിയോ, ഏകദേശം 1800കളുടെ അവസാനത്തിൽ ചെങ്കടലിന്റെ അടിയിൽ നിന്നും ഫറോവയുടെ ശവശരീരം കിട്ടി. ആ ഫറോവയുടെ ശവശരീരം ഈജിപ്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അവിടുത്തെ ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയത്തിന്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നു. എന്നാ നിങ്ങൾക്കറിയോ, ലോക ചരിത്രത്തിൽ ഒരേ ഒരു തവണ ആ മ്യൂസിയത്തിൽ നിന്നും ആ ശരീരം ഫ്രാൻസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഫ്രാൻസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ ശരീരം ഒരേ ഒരു തവണ മാത്രമേ പുറത്തു കൊണ്ടുപോയിട്ടുള്ളൂ, പിന്നെ തിരിച്ച് അതേപോലെ കൊണ്ടുവന്നു. ആർക്ക് വേണ്ടിയിട്ടാ? മൗറിസ് ബുഖായി എന്ന ശാസ്ത്രജ്ഞന് വേണ്ടിയിട്ട്. അയാൾ ആവശ്യപ്പെട്ടു, ഭരണകൂടങ്ങൾ ഇടപെട്ടു. മൗറിസ് ബുഖായി എന്നൊക്കെ പറഞ്ഞാൽ ഫ്രാൻസിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാ. അദ്ദേഹത്തിന്റെ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾക്ക് ഫ്രാൻസിലെ പരമോന്നത ബഹുമതി കൊടുത്ത് ആദരിച്ച ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ മൗറിസ് ബുഖായി. ആ മൗറിസ് ബുഖായി ആവശ്യപ്പെട്ടപ്പോൾ ഈജിപ്തിലെയും ഫ്രാൻസിലെയും ഭരണകൂടം തമ്മിൽ ചർച്ച ചെയ്തിട്ട് ഫറോവയുടെ ശരീരം ഫ്രാൻസിലേക്ക് കൊടുത്തു വിട്ടു. നമ്മൾ ചിന്തിക്കണം. കാരണം അദ്ദേഹം അതിൽ പഠനം നടത്താൻ വേണ്ടിയിട്ട് മൗറിസ് ബുഖായിയുടെ എക്സ്പെരിമെന്റ് ടേബിളിൽ ഫറോവയുടെ ശരീരം വന്നു. കാരണം അയാൾക്ക് വല്ലാത്ത അത്ഭുതം. ആ ശരീരം പരിശോധിക്കുമ്പോ 1000കണക്കിന് കൊല്ലങ്ങളുടെ പഴക്കമുണ്ട് ഈ ശരീരം. ഇതെങ്ങനെ കടലിന്റെ അടിയിൽ കിടന്നു? മത്സ്യങ്ങൾ കൊത്തിവലിച്ചില്ല. അതാ കടലിൽ കിടന്നിട്ട് തിരമാലകളിൽ അലഞ്ഞലഞ്ഞ് ആ ശരീരത്തിന്റെ കൈയും കാലും തലയും വേർപെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടായില്ല. അത് ദ്രവിച്ചു പോയില്ല, അത് നശിച്ചു പോയില്ല. അത്തു പൊങ്ങി കടലിന്റെ മുകളിൽ വന്നിട്ട് പറവകൾ വന്ന് കൊത്തിവലിച്ചില്ല. സ്രാവോ മറ്റു വലിയ മത്സ്യങ്ങളോ വന്ന് വിഴുങ്ങിപ്പോയില്ല. ഒരു പോറലു ഏൽക്കാതെ 1000കണക്കിന് കൊല്ലം രാംസസ് രണ്ടാമന്റെ ശരീരം എങ്ങനെയാണ് ഈ കടലിന്റെ അടിയിൽ കിടന്നത്? അയാൾ അത്ഭുതപ്പെട്ടു പോയി. മൗറിസ് ബുഖായി ഖുർആനിൽ പറയുന്ന ഫറോവയുടെ പേര് രാംസസ് എന്നാണ്. രാംസസ് രണ്ടാമൻ. ആ റാംസസ് രണ്ടാമന്റെ ശരീരമല്ലാതെ ബാക്കി ഫറോവമാരൊക്കെ ചത്തു കഴിയുമ്പോ അവരെ പ്രത്യേക രാസവസ്തുക്കൾ വെച്ചിട്ട് പ്രത്യേക ഒരു പേടകത്തിനകത്ത് മമ്മി എന്ന് പറയും. ഈജിപ്തിലൊക്കെ പോയാൽ നമുക്ക് കാണാം, നമ്മൾ അതിന്റെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. മമ്മി എന്ന് പറയും. അതിനുള്ളിൽ വെച്ച് അടക്കം ചെയ്യുകയാ ചെയ്യുന്നത്. രാസവസ്തുക്കൾ വെച്ച് ശരീരം നശിക്കാതെ സൂക്ഷിക്കും. പക്ഷേ ഇതിൽ ഒരു രാസവസ്തുവും പുരട്ടിയിട്ടില്ല. ഇത് എംബാം ചെയ്ത ശരീരമല്ല, മറ്റെന്തെങ്കിലും ഒരു സുരക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇത് എങ്ങനെയാണ്? അദ്ദേഹം കുറെ അന്വേഷിച്ചു, അത്ഭുതമാണ്. അദ്ദേഹത്തിന് അതിനെപ്പറ്റി കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ അദ്ദേഹം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അന്വേഷണത്തിന്റെ ഇടയിൽ അദ്ദേഹത്തിന് ചിന്തയുണ്ടായി. മതഗ്രന്ഥങ്ങൾ ഇതിനെപ്പറ്റി പറയുന്നതെന്താ? അങ്ങനെ അദ്ദേഹം മതഭേദ ഗ്രന്ഥങ്ങളെ പറ്റിയിട്ട് പഠനം നടത്താൻ തുടങ്ങുകയാ. പല മതഗ്രന്ഥങ്ങളിലും ഫറോവയെ പറ്റി പറയുന്നുണ്ട്, ഫറോവ മുങ്ങി ചത്തുപോയതിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ ഫറോവയുടെ ശരീരം കാത്തു സൂക്ഷിക്കുന്നതിനെ പറ്റി പറയുന്നില്ലല്ലോ. അങ്ങനെ ഡോക്ടർ മൗറിസ് ബുഖായിയുടെ ഒരു ശിഷ്യരിൽപ്പെട്ട ഒരു ശിഷ്യൻ വന്നിട്ട് അദ്ദേഹത്തോട് പറയുകയുണ്ടായി,
മുസ്ലിമുകളുടെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ ഒരു സൂക്തമുണ്ട്. അതിൽ ഫറോവ ചത്ത് കഴിഞ്ഞ് ശരീരം സംരക്ഷിക്കുമെന്ന് പറയുകയാ. ഇന്ന കസീറൻ മിനൻ നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ബനൂ ഇസ്രായേലുകളെയും പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കടലിങ്ങനെ മാറിക്കൊടുത്ത് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ മുസ്ലിമുകളുടെ പിന്നാലെ ഫറോവയും കിങ്കരന്മാരും ചെങ്കടലിലേക്ക് ഇറങ്ങുമ്പോ മൂസാ നബിയും അനുയായികളും രക്ഷപ്പെട്ടു പോയി. അല്ലാഹു തആല കടലിനെ വീണ്ടും ചേർത്ത് കളയുകയാ. അങ്ങനെ ചെങ്കടലിന്റെ ആഴങ്ങളിൽ ചെളിവെള്ളവും ഉപ്പുവെള്ളവും ശരീരത്തിലേക്ക് കയറിയിട്ട് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന ഫറോവ, ആ ഫറോവയുടെ അല്ലാഹു തആല പറയുകയാ, ഫൽയൗമ നുനജ്ജീക ബിബദനിക. ഏ ഫറോവ, ഇന്നു മുതൽ നിന്റെ ശരീരത്തെ ഞാൻ സൂക്ഷിച്ചു വെക്കുന്നതാ, യാതൊരുവിധ കേടുപാടുകളുമില്ലാതെ. മത്സ്യങ്ങൾ തിന്ന് നശിച്ചു പോകാതെ, മത്സ്യങ്ങൾ വിഴുങ്ങി നശിച്ചു പോകാതെ, പറവകൾ കൊത്തി വലിച്ചു കൊണ്ടുപോകാതെ, അതാ ഈ ശരീരത്തെ ഞാൻ കാത്തു സൂക്ഷിച്ചു വെക്കുന്നതാ. ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. എന്തിനു വേണ്ടിയിട്ടാ? നിനക്ക് ശേഷം വരുന്ന ആളുകൾക്കൊരു ദൃഷ്ടാന്തമായിട്ട്. നിന്റെ കാലഘട്ടത്തിന് ശേഷം ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് ശേഷം വരുന്ന ഒരു സമൂഹത്തിന്, ഒരു സമുദായത്തിന് ദൃഷ്ടാന്തമായിക്കൊണ്ട് ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ വ ഇന്ന കസീറൻ മിനൻ നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അധിക ജനങ്ങളും അശ്രദ്ധയിൽ കഴിയുകയാ. ഈ ഒരു ആയത്ത് കൊണ്ടതും മൗറൂസ് ബുക്കായിയുടെ ഹൃദയം തുറക്കുകയാ. എത്ര സുന്ദരമായിട്ടാ ഖുർആൻ പറയുന്നത്, എത്ര സ്പഷ്ടമായിട്ടാ ഖുർആൻ പറയുന്നത്. ഒരു കേടുപാടുമില്ലാതെ ഈ ശരീരം സൂക്ഷിക്കുമെന്ന്, പിൽക്കാലത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി ദൃഷ്ടാന്തമായി അതിനെ നൽകുമെന്ന് മൗറൂസ് ബുക്കായി ഏറ്റെടുക്കുന്ന വിശുദ്ധ ഖുർആൻ. അങ്ങനെ അദ്ദേഹം ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വരികയാ. ഡോക്ടർ മൗറൂസ് ബുക്കായി മുസ്ലിമായി. അദ്ദേഹം പിന്നെ ഗ്രന്ഥം എഴുതി. വിശുദ്ധ ഖുർആനും ശാസ്ത്രവും എന്ന പേരിൽ ലോക പ്രശസ്ത ഗ്രന്ഥങ്ങളും പ്രബന്ധങ്ങളും അദ്ദേഹം അവതരിപ്പിച്ചു. നമ്മളിപ്പോഴും ഈ ഖുർആൻ ഒരു പഴഞ്ചൻ സാധനം, മുസ്ലിയാക്കന്മാർക്ക് ഓതാനുള്ള, റമളാനിൽ മാത്രം ഓതാനുള്ള ഒരു സാധനം. വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് തുറന്ന് ഖുർആൻ ആയത്തുകൾ കണ്ട് കണ്ണീരൊഴുക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നിസ്സാരമാണെന്ന് നമ്മൾ കരുതിയോ? നിസ്സാരമാണെന്ന് നമ്മൾ വിചാരിച്ചോ? തീർന്നിട്ടില്ല സഹോദരങ്ങളെ. ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ നിന്നാൽ തായ്ലൻഡിലെ തേജാസൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട്. ദ അനാട്ടമി ഓഫ് ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീര ഘടനകളെ പറ്റിയിട്ട് പഠനം നടത്തുന്ന മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ഇങ്ങനെ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആദ്യകാലത്തൊക്കെ മനുഷ്യ ശരീരത്തിന്റെ പഞ്ചേന്ദ്രിയങ്ങളില്ല, 4 ഇന്ദ്രിയങ്ങളേ ഉള്ളൂ. അന്ന് തൊലി എന്ന് പറയുന്നതിന് ഇതിനകത്തോട് ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പർശനത്തിലൂടെ മനുഷ്യൻ തിരിച്ചറിയുന്ന ഒരു ഇന്ദ്രിയമായി തൊലിയെ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് തലച്ചോറോ മറ്റോ ആയിരിക്കുമെന്ന ചർച്ചകൾ ഇങ്ങനെ നടക്കുക. പക്ഷേ തേജാസന്നിന് അതങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ല. അദ്ദേഹത്തിന് ആ ഒരു കണ്ടെത്തൽ പറ്റുന്നില്ല. അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? മനുഷ്യൻ സ്പർശനത്തിലൂടെയല്ലേ തിരിച്ചറിയുന്നത്, തലച്ചോറിലൂടെയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ആ കണ്ടുപിടുത്തം അങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ല. ഇത്രയും നാളെ തന്റെ പഠനവും തന്റെ ഗവേഷണവും ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് പൊരുത്തപ്പെടുന്നില്ല. തേജാസന് കുറെ ഇങ്ങനെ ചിന്തിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് സൗദി അറേബ്യയിലുള്ള വലിയൊരു ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ ഡോക്ടറായി ക്ഷണിച്ചു. അങ്ങനെ അദ്ദേഹം അവിടെ വന്നു. അവിടെ അദ്ദേഹത്തിന്റെ രാജകൊട്ടാരത്തിലുള്ള ആളുകൾ പോലും ചികിത്സിക്കുന്നത് തേജാസനാണ്, തായ്ലൻഡുകാരനായ തേജാസൻ. അങ്ങനെ ആ തേജാസൻ റിയാദിലുള്ള ഒരു മെഡിക്കൽ കോൺഫറൻസിൽ പങ്കെടുക്കുമ്പോ അന്ന് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് മുസ്ലിം പണ്ഡിതന്മാർ മനുഷ്യ ശരീരത്തെ പറ്റി ഖുർആനിൽ പറയുന്ന ചില ആയത്തുകളൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ മുന്നിൽ ഓതി കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഈ ആയത്തുകളൊക്കെ കേൾക്കുമ്പോഴും അത് നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ, അത് പല വേദഗ്രന്ഥങ്ങളിലുണ്ട്, അദ്ദേഹം പലതും അത് ബുദ്ധ വേദഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം. അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ഒരായത്ത് ഒരു ആലിം ഓതുകയുണ്ടായി. നരകത്തെ പറ്റി പറയുന്ന ആയത്താണ്, അല്ല വേറൊന്നുമില്ല. നരകത്തെ പറ്റി പറയുന്ന ആയത്ത്. നരകത്തിൽ
അല്ലാഹു തആല മനുഷ്യർക്ക് കൊടുക്കുന്ന ശിക്ഷകളെ പറ്റിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ. അതിൽ അല്ലാഹു പറയുന്നു, കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദല്ലാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മനുഷ്യരുണ്ടല്ലോ, ആ നരകത്തിന്റെ തീയിൽ കിടന്ന് വെന്തുരുകുന്ന മനുഷ്യരാ. നരകത്തിൽ കിടന്നുകൊണ്ട് ശരീരത്തിന്റെ തൊലിയെല്ലാം വെന്തുരുകി കഴിയുമ്പോൾ അല്ലാഹു പറയുന്നു, കുല്ലമാൻ നളിജത് ജുലൂദുഹും, അവരുടെ ശരീരത്തിന്റെ തൊലി ഉരുകി മാറിക്കഴിഞ്ഞാൽ ബദ്ദല്ലാഹും ജുലൂദൻ ഗൈറഹാ, ആ ഉരുകിപ്പോയ തൊലിയുടെ സ്ഥാനത്ത് പകരമായി വീണ്ടും അല്ലാഹു തൊലിയെ നൽകുകയാ. നരകത്തിൽ തൊലി ഉരുകി മാറിയിട്ട് ബദ്ദല്ലാഹും ജുലൂദൻ ഗൈറഹാ, അല്ലാഹു ആ സ്ഥാനത്തേക്ക് വീണ്ടും തൊലി കൊടുക്കുകയാ. എന്തിനാണ്? ലിയദൂഖുൽ അദാബ്, അവര് വേദന രുചിക്കാൻ വേണ്ടിയിട്ടാ, വേദന അറിയാൻ വേണ്ടിയിട്ട് തൊലി ഇങ്ങനെ ഉരിമാറുമ്പോ വീണ്ടും തൊലിയിട്ട് കൊടുക്കുന്നു വേദന അറിയാൻ. ഈ ഒരു വിശുദ്ധ ഖുർആനിലെ ആയത്ത് കേൾക്കുമ്പോ തേജാസന് ചിന്തിച്ചു പോകുന്നു, എത്രയോ വലിയ സത്യമാ, എത്രയോ വലിയ സത്യമാ. തന്റെ അന്വേഷണ ഗവേഷണങ്ങൾക്ക് ഇവിടെ ഉത്തരം നൽകപ്പെട്ടിരിക്കുകയാ. അതേ മനുഷ്യ ശരീരം വേദനയറിയുന്നത് സ്പർശന ശേഷിയിലൂടെ, തൊലിയിലൂടെയാ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായ തൊലിയിലൂടെയാണ്, ചർമ്മത്തിലൂടെയാണ് മനുഷ്യൻ വേദനയറിയുന്നത്, സുഖമറിയുന്നത്, തണുപ്പറിയുന്നത്, ചൂടറിയുന്നതെന്ന് ലോകത്തിന് മുമ്പിൽ തേജാസന് വിളിച്ചു പറയുന്നു. അതോടൊപ്പം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെയും ഏറ്റെടുക്കുകയാ. തേജാസന് മുസ്ലിമായി. ഇവരൊക്കെ നിസ്സാര ആളുകളാണോ? നമ്മളെ ഇവിടേക്ക് ഇങ്ങനെ വേദിയും കെട്ടിയിട്ട് എസൻസും പറഞ്ഞിട്ട് നിരീശ്വരവാദികൾ എന്ന് പറയുന്നവർ, യുക്തിവാദികൾ എന്ന് പറയുന്നവർ, ഒന്നും അറിയാത്ത ക്യാമ്പസിൽ നിന്നും കുറെ കുട്ടികളെയൊക്കെ പിടിച്ചോണ്ട് വന്ന് ഇവിടെ ലിബറിസം വേണം, നമുക്ക് ഉദാര ലൈംഗികത വേണം, ആർക്കാരെ കണ്ടാലും എപ്പൊക്കെയാണെങ്കിലും കാമിക്കുവാനുള്ളതായ അവസരം വേണം, എനിക്കിപ്പോ ആണാണെന്ന് തോന്നിയാൽ ഞാൻ ആണാണ്, പെണ്ണെന്ന് തോന്നിയാലും പെണ്ണാണ്, രണ്ടുമല്ല എന്ന് തോന്നിയാൽ രണ്ടുമല്ല എന്നൊക്കെ പറഞ്ഞു പറ്റിച്ച് വികാരങ്ങളെയൊക്കെ ദുരുപയോഗം ചെയ്തിട്ട് ഇസ്ലാമിൽ നിന്ന് വഴിതെറ്റിച്ചെടുത്തിട്ട് ഖുർആനിനെതിരെ കൊണ്ടുവരികയായി എക്സ് മുസ്ലിമുകൾ എന്നും പറഞ്ഞിട്ട് ഖുർആനിനെതിരെ ആളുകളെ കൊണ്ടുവന്നിരിക്കുക. ഈ പറയുന്ന നിരീശ്വരവാദികളായ വിവരമില്ലാത്തവർക്കറിയോ, ലോകം കണ്ട വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ ഇവിടെ ഖുർആൻ ഏറ്റെടുത്തിരിക്കുകയാണോ? അവര് ഖുർആൻ പഠിച്ചിട്ട് ലോകത്തിന്റെ മുമ്പിൽ അവർ പറയുന്നു, ഈ ഖുർആൻ പറയുന്നത് സത്യമാണ്, അല്ലാഹു ഏകനായ ഇലാഹാണ്, മരണശേഷം നമുക്കൊരു ജീവിതമുണ്ട്, സ്വർഗവും നരകവും ഉണ്ട്. ലോകം കണ്ട വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരാണ് ഇത് വിളിച്ചു പറയുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നിസ്സാര വിഷയാണോ? വിശുദ്ധമായ ഖുർആൻ ലോകത്ത് പരിചയപ്പെടുത്തിയതുപോലെ ശാസ്ത്ര മേഖലകൾ ലോകത്ത് പരിചയപ്പെടുത്തിയ മറ്റൊരു ഗ്രന്ഥം ലോകത്തുണ്ടോ? ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമൊന്നുമല്ല, അത് സയൻസ് പഠിപ്പിക്കേണ്ട ഗ്രന്ഥമൊന്നുമല്ല. പക്ഷേ വിശുദ്ധമായ ഖുർആനിൽ അപ്പോഴും ശാസ്ത്രത്തിന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ശാസ്ത്രത്തിന് പഠിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ. നമ്മൾ നോക്കണം, ഇന്നിപ്പോ നമ്മുടെ മക്കളൊക്കെ 10ാം ക്ലാസ് ഒക്കെ ഇങ്ങനെ ആവുമ്പോ നമ്മുടെ മക്കളോട് ചോദിച്ചാൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +2 സയൻസ് എടുക്കണം, എന്നിട്ട് എനിക്ക് മെഡിക്കലിന് പോകണം, എനിക്കൊരു ഡോക്ടറാകണം എന്നൊക്കെ പറയും, MBBS എടുക്കണം, എന്നിട്ട് അതിന്റെ വലിയ വലിയ പഠനങ്ങളിലേക്ക് പോകണം, എന്തിലും നമ്മളൊക്കെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് പഠിക്കണം എന്നൊക്കെ പറയാറുണ്ട്. എന്നാ നമ്മൾ അറിയണം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ആരാ? ദ ഫാദർ ഓഫ് മോഡേൺ മെഡിക്കൽ സയൻസ്. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ട് എങ്കിൽ, ഗൂഗിൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കാം. അവിടെ നമുക്കൊരു പേര് കാണാൻ പറ്റും, അവിസന്ന എന്നൊരു പേര്. അവിസന്ന എന്നൊരു പേരുണ്ട്. ദ ഫാദർ ഓഫ് മോഡേൺ മെഡിക്കൽ സയൻസ്. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാക്കന്മാരിൽ ഒരാളായി അവിസന്നയുടെ പേര് നമുക്ക് കാണാൻ പറ്റും. വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ വലിയ മെഡിക്കൽ കോളേജുകളുടെ മുന്നിൽ അവിസന്നയുടെ പ്രതിമ പോലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആരാണ് അവിസന്ന? മെഡിക്കൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ മുമ്പിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മൂലഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്താറുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട 2 ഗ്രന്ഥങ്ങളുണ്ട്. ഒന്ന്
ദ കാനോൺ ഓഫ് മെഡിസിൻ, വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ പഠിപ്പിക്കപ്പെടുന്നത് അവിടെ നിന്നാണ്. ദ കാനോൺ ഓഫ് മെഡിസിൻ. രണ്ടാമത്തേത് ദ ബുക്ക് ഓഫ് ഹീലിംഗ്, ചികിത്സയെ പറ്റി പഠിപ്പിക്കുന്നതായ ഇതിൽ നിന്നാണ് പുതിയ പുതിയ പഠനങ്ങളും കണ്ടെത്തലും. ഈ അവിസന്ന എന്ന് പറയുന്നത് ആരാ? ഈ ബുക്ക് ഓഫ് ഹീലിംഗ് എന്നും കാനോൺ ഓഫ് മെഡിസിനും എന്നും ഒക്കെ പറയുന്ന ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഈ പുസ്തകങ്ങളൊക്കെ എവിടെ നിന്ന് ആരാ രചിച്ചത് നമ്മൾ തിരിച്ചറിയണം. അവിസന്ന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അവഗാഹം നേടിയ, നെഞ്ചുവരെ ദാടി വളർത്തിയ, തലപ്പാവ് കെട്ടിയ, നീളം വസ്ത്രം ധരിച്ച ഒരു മുസ്ലിം പണ്ഡിതൻ അബ്ദുല്ലാഹ് ഇബ്നു സീന. അബ്ദുല്ലാഹ് ഇബ്നു സീന, ആ ഇബ്നു സീന എന്ന മുസൽമാനെയാണ് അമേരിക്കക്കാരൻ അവിസന്നയാക്കി മാറ്റിയത്. ഇബ്നു സീനയെ അവിസന്നയാക്കി മാറ്റി. ദ ബുക്ക് ഓഫ് ഹീലിംഗ് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് മൊഴിമാറ്റപ്പെട്ട പുസ്തകം. അതിന്റെ അടിസ്ഥാന മൂലഗ്രന്ഥം അറബി ഭാഷയിലാണ്. ആ ഗ്രന്ഥം രചിക്കപ്പെട്ടത് അറബിയിലാണ്. കിതാബുശ്ശിഫ, കിതാബുശ്ശിഫ. ആ കിതാബുശ്ശിഫയിനെയാണ് ദ ബുക്ക് ഓഫ് ഹീലിംഗ് ആക്കി മാറ്റിയത്. ദ കാനോൺ ഓഫ് മെഡിസിൻ, അൽ ഖാനൂൻ ഫി തിബ്ബ്, വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ. അൽ ഖാനൂൻ ഫി തിബ്ബ് എന്ന പേരിൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സീന എന്ന ഖുർആൻ പണ്ഡിതൻ അറബി ഭാഷയിൽ രചിച്ചതിനെ യൂറോപ്യൻ എടുത്ത് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് മാറ്റി. നമ്മളിത് വല്ലോ അറിയുന്നോ? നമ്മളിത് വല്ലതും തിരിച്ചറിയുന്നോ? മെഡിക്കൽ സയൻസിന് പോകുന്ന നമ്മുടെ മക്കൾക്ക് ഖുർആനുമായിട്ട് വല്ല ബന്ധമുണ്ടോ? നിസ്കാരം തന്നെ ഉണ്ടോ? 5 നേരം കൃത്യമായി നിസ്കരിച്ച, സുന്നത്ത് നിസ്കാരങ്ങൾ പോലും ഒഴിവാക്കാതിരുന്ന, വിശുദ്ധ ഖുർആനുമായി അങ്ങേയറ്റം ബന്ധം പുലർത്തിയ ആളുകളാണ് ഇവർ ഈ പഠിക്കുന്ന പുസ്തകങ്ങളുടെ മൂലഗ്രന്ഥം രചിച്ചത്. പക്ഷേ ഇന്നിത് പഠിക്കുന്ന നമ്മുടെ മക്കൾക്ക് ദീനുമായിട്ടൊരു ബന്ധവുമില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് നമ്മൾ കടന്നു വന്നാൽ, അതേപോലെ ജിയോളജിയിലേക്കൊക്കെ കടന്നു വന്നാൽ ഖവാരിസ്മി എന്നൊരു പേരുണ്ട്. ദ ഇമേജ് ഓഫ് ദി എർത്ത് എന്ന പേരിൽ ഭൂമിയുടെ ഘടന പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ആരാത്? മുഹമ്മദ് ഇബ്നു മൂസ അൽ ഖവാരിസ്മി. മുഹമ്മദ് ഇബ്നു മൂസ അൽ ഖവാരിസ്മി ഒരു ഖുർആൻ പണ്ഡിതനാണ്. അദ്ദേഹം പക്ക അറബി ഭാഷയിൽ രചിച്ച കിതാബു സൂറത്തുൽ അർള്, കിതാബു സൂറത്തുൽ അർള് അമേരിക്കക്കാരൻ മൊഴിമാറ്റി ദ ഇമേജ് ഓഫ് ദി എർത്ത് ആക്കി മാറ്റി. നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? സഹോദരങ്ങളെ, ഇന്ത്യയിൽ നിന്ന് മംഗളിയാൻ യാത്ര ചെയ്തു. എവിടേക്കാണ്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ ഭാഗത്തേക്ക് പോയി സ്ഥിതി ചെയ്യുകയുണ്ടായി. ലോകത്തൊരു രാജ്യത്തിനും കഴിഞ്ഞില്ല. അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല, റഷ്യക്ക് കഴിഞ്ഞില്ല, ജപ്പാന് കഴിഞ്ഞില്ല. പക്ഷേ ISROയിലെ മിടുക്കന്മാരായ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ, അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അവരെ ഉയർത്തട്ടെ, അള്ളാഹു അവരെ വളർത്തട്ടെ, ഇനിയും വലിയ വലിയ മേഖലകളിലേക്ക് പടച്ചവനവരെ കൊണ്ടെത്തിക്കട്ടെ. ഇന്ത്യ രാജ്യത്തിന് എല്ലാ കാലവും ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടുകൂടി പറയാം, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ ഭാഗത്തേക്ക് ആദ്യമായി ഒരു പേടകം ഇറക്കിയത് ഇന്ത്യ രാജ്യമാണ്. ആകാശത്തിന്റെ മേഖലകൾ കടന്നിട്ട് ഒരു പേടകം യാത്രയായി. നമ്മൾ ചിന്തിച്ചേ, നമുക്കിതൊക്കെ വലിയ അഭിമാനമാണ്, നമുക്കിതൊക്കെ വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരം ജില്ല പേട്ടയിലുള്ള ISRO, തുമ്പയിലുള്ള ISROയ്ക്ക് പോലും അതിൽ പങ്കുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ അഭിമാനമാണ് ആ കാര്യത്തിലൊക്കെ. അല്ലാതെ മംഗളയാൻ അങ്ങ് അവിടെ എത്തിക്കഴിയുമ്പോ ഇതൊന്നുമല്ല, ഇവിടെ ആദ്യമായി വിമാനം പറപ്പിച്ച ഞങ്ങളാണ്, ഞങ്ങളുടെ പുഷ്പ വിമാനമാണെന്നൊന്നും പറഞ്ഞ് നമ്മൾ വരുന്നില്ല. പുസ്തകങ്ങളിൽ ഞങ്ങളുടെ ഉൾക്കൊള്ളിക്കണമെന്നും നമ്മൾ പറയുന്നില്ല. അതേസമയം നമുക്കൊരു വിശ്വാസമുണ്ട്. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് മുത്തളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മിഅ്റാജിന്റെ യാത്ര നടത്തി, ഇസ്രാ മിഅ്റാജ് നടത്തിയ ഒരു യാത്രയുണ്ട്. ബുറാഖ് എന്ന പ്രത്യേക വാഹനത്തിൽ ഏറിയിട്ട് ഹബീബായ റസൂൽ ആകാശത്തിന്റെ സർവ്വസീമകളും കടന്നിട്ട് സ്വർഗവാതിലുകളെല്ലാം നരകവാതിലുകളെല്ലാം കടന്ന് അങ്ങേയറ്റം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടുക്കൽ പോയി. നമ്മളൊക്കെ അത് വിശ്വസിക്കുന്നുണ്ട്. ആ സംഭവം നടന്നത് മക്കയിലാ. പക്ഷേ മക്കയിൽ ഒരു സ്കൂളിൽ പോലും ലോകത്താദ്യമായി വിമാനയാത്ര നടത്തിയത്, റോക്കറ്റ് നടത്തിയിട്ട് റസൂലുള്ളാഹി എന്ന് പഠിപ്പിക്കുന്നില്ല. നമ്മൾ അംഗീകരിക്കുന്നു ഇവിടുത്തെ ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകൾ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നില്ലേ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പൊക്കോളിൻ, ആകാശത്തിന്റേതായ ഭൂമിയുടേതായ സീമകൾ കടന്നുകൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പൊക്കോളിൻ. പക്ഷേ അള്ളാഹു സഹായിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് പറ്റൂല. അല്ലേ? സുനിത വില്യംസ് എന്ന ശാസ്ത്രജ്ഞ ഇപ്പോഴും അവിടെ കിടക്കുക, തിരിച്ചു വരാൻ പറ്റുന്നില്ല. എന്താ? കണ്ടുപിടുത്തങ്ങൾ ഇല്ലാത്തോണ്ടാണോ?
സംവിധാനങ്ങൾ ഇല്ലാത്തോണ്ടാണോ? പറ്റുന്നില്ല. ഇനി എത്ര നാൾ ആ സ്ത്രീ അവിടെ കിടക്കുമെന്ന് അള്ളാഹു താല ഒരു പോർലും ഇല്ലാതെ തിരിച്ചെത്തിക്കട്ടെ. കാരണം അവരൊക്കെ അവരുടെ ജീവിതം തന്നെ വെച്ച് ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്ന ആളുകളാണ്. അങ്ങോട്ട് പോയി തിരിച്ചു വരാൻ പറ്റുന്നില്ല. എത്ര നാള് കിടക്കും? അവിടെയാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, അല്ലയോ മനുഷ്യരെ, അല്ലയോ ജിന്നുകളെ, ഇനിസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദൂ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആകാശഭൂമികളുടെ അതിർവരമ്പുകൾ കടന്ന് നിങ്ങൾ പൊയ്ക്കോളിൻ. ബഹിരാകാശത്ത് പോവിൻ, ചന്ദ്രനിലേക്ക് പോവിൻ, ചൊവ്വയിലേക്ക് പോകിൻ. ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അധികാരവും സഹായവും കൊണ്ടല്ലാതെ നിങ്ങൾക്ക് അതിന് പറ്റൂല. അള്ളാഹ് സഹായിച്ചിട്ടല്ലാതെ സുനിത വില്യംസിന് തിരിച്ചു വരാൻ പറ്റൂല. ഖുർആൻ പറയാ, പോണം, പഠിക്കണം. പക്ഷേ നമ്മളൊന്ന് തിരിച്ചറിയണം, ഇവിടെ ആകാശത്തിന്റെ സീമകൾ കടന്നു പോകാൻ വിമാനങ്ങൾ കണ്ടുപിടിച്ചതാരാ? റൈറ്റ് സഹോദരന്മാര് വിമാനം കണ്ടുപിടിച്ചു. റൈറ്റ് സഹോദരന്മാര് വിമാനം കണ്ടുപിടിച്ചു. നമ്മളൊക്കെ പഠിക്കുന്നതും പരീക്ഷയ്ക്ക് എഴുതുന്നതും ഒക്കെ അങ്ങനെ തന്നെയാ. ഒരുപാട് ഗവേഷണങ്ങൾ അവര് നടത്തി. ചിറക് വെച്ച് പിടിച്ചിട്ട് പറക്കാൻ നോക്കി ആദ്യമായി. പിന്നെ അതിൽ നിന്നും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ കഴിഞ്ഞ് വിമാനത്തിലേക്ക് അവരെത്തി. എന്നാൽ ഈ റൈറ്റ് സഹോദരന്മാർക്ക് പറക്കുവാനുള്ള പ്രചോദനം കിട്ടിയത് എവിടെ നിന്നാ? ഇറാഖിലെ ബാഗ്ദാദിലെ എയർപോർട്ടിൽ ചെന്നാൽ, ഇപ്പൊ അവിടെ ഉണ്ടോ എന്ന് അറിയില്ല, നേരത്തെ ഉണ്ടായിരുന്നു. ഇറാഖിലെ ബാഗ്ദാദിലെ എയർപോർട്ടിൽ ചെന്നാൽ അവിടെ ഇതുപോലെ ചിറക് വെച്ച് പറക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു രൂപമുണ്ട്. കണ്ടായിരുന്നു? കണ്ടിരുന്നോ? വലിയ ഉസ്താദ് ഇറാഖിലൊക്കെ പോയിട്ടുള്ള ആളാ. അവിടെ ചിറക് വെച്ച് പറക്കുന്ന ഒരു മനുഷ്യന്റെ രൂപമുണ്ട്. ആരാ? റൈറ്റ് സഹോദരന്മാരാണോ? അല്ല. ഇതൊക്കെ നമ്മൾ പഠിക്കണം. ലോകത്താദ്യമായി പറക്കണമെന്ന് ചിന്തിച്ചത് ആരാ? പറക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയതാരാ? ഒരു മുസൽമാൻ, അബ്ബാസ് ബിൻ ഫിർനാസ്. അബ്ബാസ് ബിൻ ഫിർനാസ് പറക്കണം, മനുഷ്യന് പറക്കണം, ആകാശത്തിന്റെ സീമകൾ കടന്നു പോകണം. അതിനുവേണ്ടി കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് ഫാദർ ഓഫ് ഏവിയേഷൻ, വ്യോമശാസ്ത്രത്തിന്റെ പിതാവ് എന്ന അദ്ദേഹത്തെ അറിയപ്പെടുന്ന അബ്ബാസ് ബിൻ ഫിർനാസ്. സഹോദരങ്ങളെ, വിനീതൻ ഇത് പറഞ്ഞത് വ്യോമശാസ്ത്രത്തിന്റെ പിതാവായ അബ്ബാസ് ബിൻ ഫിർനാസ് ആയാലും, ഗോളശാസ്ത്രത്തിൽ കണ്ടുപിടുത്തം നടത്തിയ മൂസാ ബിൻ ഖവാരിസ്മി ആയാലും, വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ അബ്ദുല്ലാഹ് ബിൻ സീനയായാലും, ഇവർക്കെല്ലാം പ്രചോദനം നൽകപ്പെട്ടത് എവിടെ നിന്നാ? ഇവരുടെ പഠനങ്ങൾക്ക് വേണ്ടി കേട്ട്, ഇവരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി കേട്ട് പ്രചോദനങ്ങൾ നൽകപ്പെട്ടത് എവിടെ നിന്നാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അവിടേക്കാണ് നമ്മൾ തിരികെ എത്തേണ്ടത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഒരു മനുഷ്യനും ചിന്തിട്ടില്ലാത്ത കാലഘട്ടത്തിൽ മനുഷ്യനും പറക്കേണ്ടതുണ്ട്. പറവകള് പറക്കുന്നതെങ്ങനാ? അതേ, ചിറവുകൾ വിടർത്തിയിട്ട പറവകള് പറക്കുന്നത് പോലെ മനുഷ്യനും പറക്കേണ്ടതുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ചിറവുകൾ വെച്ച് പിടിച്ചിപ്പിച്ചുകൊണ്ട് പറക്കാൻ ശ്രമിച്ച അബ്ബാസ് ബിൻ ഫിർനാസ് എവിടെ നിന്നാണ് ഈ പ്രചോദനം കിട്ടിയതെന്നറിയുമോ? അവലം യറൗ ഇല തൈരി ഫൗഖഹും സാഫാത്തിൻ വയഖബിദന മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ ഇന്നഹു ബികുല്ലി ശൈഇൻ ബസീർ. അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്തോട് വിളിച്ചു ചോദിക്കുന്നില്ലേ? അവലം ഇല തൈരി ഫൗഖഹും സാഫാത്തിൻ വയഖബിദന, നിങ്ങളുടെ തലയുടെ മുകളിലൂടെ ചിറക് വിരിച്ച് പറക്കുന്നതായ പക്ഷികളിലേക്ക് അവർ നോക്കുന്നില്ലേ? കാരുണ്യവാനായ പടച്ചവൻ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വീണുപോകാതെ ആ ചിറകുകളിൽ അവരെ താങ്ങി നിർത്തിയിരിക്കുന്നതെങ്ങനാ? ഏ മനുഷ്യ, നീ ചിന്തിച്ചു നോക്കടേ. ഏ മനുഷ്യ, നീ പഠനം നടത്തി നോക്കടേ. അതേ, പറക്കുവാൻ വേണ്ടി മനുഷ്യന് പ്രചോദനം നൽകിയ വിശുദ്ധ ഖുർആൻ, ഏവിയേഷൻ അടിസ്ഥാന ശിലയിട്ടുകൊണ്ട് ലോകത്തോടാദ്യമായി പറവകളെ നിരീക്ഷിക്കാൻ പറഞ്ഞ വിശുദ്ധമായ ഖുർആൻ.
ഖുർആൻ തീർന്നിട്ടില്ലല്ലോ സഹോദരങ്ങളെ. ഓരോ ശാസ്ത്ര മേഖലകൾ നമ്മൾ എടുത്താലും അള്ളാഹുവിന്റെ ഖുർആനല്ലേ അവിടെ അടിസ്ഥാനമിട്ടിട്ടുള്ളത്. അള്ളാഹു ചോദിക്കുന്നു, അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിഅത് വ ഇലൽ ജിബാലി കൈഫ നുസിബത് വ ഇലൽ അർളി കൈഫ സുതിഹത് ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, എന്തുകൊണ്ട് അവരൊട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ല? അവിടെ ആ ഒട്ടകങ്ങൾ എങ്ങനെയാ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? എങ്ങനെന്ന് മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന ഒട്ടകമുണ്ടല്ലോ, ആ ഒട്ടകത്തിന്റെ ശരീരഘടന എങ്ങനെയാ? ആ ഒട്ടകത്തിൻ്റെതായ ജീവിതം എങ്ങനെയാ? ആ ഒട്ടകത്തിൻ്റെതായ ശാസ്ത്രം എങ്ങനെയാ? ആ ഒട്ടകത്തിലേക്ക് നോക്കിക്കൊണ്ടവര് പഠനം നടത്താത്തതെന്തേ? അതേ ജന്തുശാസ്ത്രം പഠിക്കാൻ പ്രചോദനം നൽകുന്ന ഖുർആൻ, വഇന്ന ലകും ഫിൽ അൻആമി ലഇബ്റാ ونسقيكم مما في بطونها من بين فرث ودم لبنا خالصا سائغا للشاربين. നിശ്ചയമായും നാൽക്കാലി മൃഗങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ആ നാൽക്കാലി മൃഗങ്ങളിൽ നിങ്ങൾ ഗവേഷണം നടത്തണേ, ജന്തുശാസ്ത്രം നിങ്ങൾ പഠിക്കണേ, സുവോളജി നിങ്ങൾ പഠിക്കണേ. വഇന്ന ലകും ഫിൽ അൻആമി ലഇബ്റാ ونسقيكم مما في بطونها من بين فرث ودم لبنا خالصا سائغا للشاربين. എങ്ങനെയാണ് ആ നാൽക്കാലി മൃഗങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് സുന്ദര പാനീയമായ പാല് വരുന്നത്? എങ്ങനെയാ? ചീഞ്ഞു മാറുന്ന ചാണകത്തിന്റെയും മലിനമായ രക്തത്തിന്റെയും ഇടയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല സുന്ദരമായ വെള്ള നിറമുള്ളതായ പാനീയമായ പാല് കിട്ടുന്നത് എങ്ങനാ? ഏ മനുഷ്യരെ, നിങ്ങൾ പഠിക്കണേ, ജന്തുക്കളുടെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന അത്ഭുതകരമായ പ്രക്രിയയെ പറ്റി പഠിക്കണമെന്ന് ലോകത്തോട് പറഞ്ഞു ജന്തുശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശിലഭാഗിയ വിശുദ്ധ ഖുർആൻ. എന്നിട്ട് വീണ്ടും അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വഇലസ് സമാഇ കൈഫ റുഫിഅത്, എന്തുകൊണ്ട് അവർ നോക്കുന്നില്ല? ആകാശം ഉയർത്തപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാ? ആകാശം ഉയർത്തപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാ? ആകാശത്തിന്റെ അത്ഭുതങ്ങളിലേക്ക് അവർ നോക്കാത്തതെന്ത്? അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിമാഖാ വജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ വജഅല ശംസ സിറാജാ. തട്ടുതട്ടുകളായി ആകാശത്തെ വിധാനിച്ച അല്ലാഹ് അതിൽ സൂര്യനെയും ചന്ദ്രങ്ങളെയും നക്ഷത്രങ്ങളെയും കൊണ്ടുവന്ന് അലങ്കരിച്ചിരിക്കുന്ന അല്ലാഹ്. എന്തുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഈ അത്ഭുതകരമായ പ്രക്രിയയിലേക്ക് നിങ്ങൾ നോക്കുന്നില്ല? അല്ലാഹു തആല നമ്മളോട് ചോദിക്കുക, ആകാശത്തെ പറ്റി പഠിക്കുക, അസ്ട്രോണമി നിങ്ങൾ പഠിക്കുക, വാനശാസ്ത്രം പഠിക്കുക. ലോകത്തോട് വിളിച്ചു പറയുന്ന വിശുദ്ധ ഖുർആൻ തീർന്നിട്ടില്ല. വീണ്ടും അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വഇലൽ ജിബാലി കൈഫ നുസിബത്ത്, അതേ പർവ്വതങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാ? ഭൂമി ഇളകാതിരിക്കാൻ, ഭൂമി നശിച്ചു പോകാതിരിക്കാൻ ആണിയടിപ്പിച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്നത് പോലെ പർവ്വതങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന അല്ലാഹ്. പ്രകൃതിയെ പറ്റി പഠിക്കണേ, കാലാവസ്ഥകളെ പറ്റി പഠിക്കണേ, സന്തുലിതാവസ്ഥയെ പറ്റി പഠിക്കണേ. സഹോദരങ്ങളെ, വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടലുണ്ടായതിന്റെ വേദന മാറിയിട്ടില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച ഇതേ സമയം വിനീതൻ അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാ. ശനിയാഴ്ചയുടെ പകല് വിനീതൻ മേപ്പാടിയുടെ മുണ്ടക്കയത്തിന്റെ ചൂരൽമലയുടെ പ്രദേശങ്ങൾ കണ്ടുപോയതാ. റബ്ബേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രകൃതി രമണീയ കൊണ്ട് അനുഗ്രഹിച്ച ഇടമാ. പച്ചപ്പ് നിറഞ്ഞ പർവ്വതങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ച സ്ഥലമാ. എന്നാൽ ആ പർവ്വതങ്ങൾ മനുഷ്യർ പൊട്ടിക്കാൻ തുടങ്ങിയപ്പോ, ആ കുന്നുകൾ മനുഷ്യൻ ഇടിക്കാൻ തുടങ്ങിയപ്പോ, അല്ലാഹു ആണികളായി ഭൂമിയിൽ ഉറപ്പിച്ച പർവ്വതങ്ങളെ തകർക്കാൻ തുടങ്ങിയപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റേതായ പരീക്ഷണം ഉരുൾപൊട്ടലും ജലപ്രളയവുമായി വരികയാ. അല്ലാഹു പറയുന്നു, മനുഷ്യരെ നിങ്ങൾ പഠിക്കുക. അല്ലാഹു പർവ്വതങ്ങളെ ഭൂമികൾ കാണികളാക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാ?
എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നില്ല? വഇലൽ അർളി കൈഫ സുതിഹത്, ഈ ഭൂമിയെ പടച്ചവൻ വിരിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാ? ഈ ഭൂമിയെ സംവിധാനിച്ചിരിക്കുന്നത് എങ്ങനെയാ? ജിയോളജിയെ പറ്റി നിങ്ങൾ പഠിക്കുക, ഭൗമശാസ്ത്രത്തെ പറ്റി നിങ്ങൾ പഠിക്കുക. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാ, ഒരു യൂണിവേഴ്സിറ്റി ഇല്ലാത്ത കാലഘട്ടത്തിലല്ലേ, ഒരു സ്റ്റെതസ്കോപ്പ് ഇല്ലാത്ത, ടെലസ്കോപ്പ് ഇല്ലാത്ത, മൈക്രോസ്കോപ്പ് ഇല്ലാത്ത കാലഘട്ടത്തില്, ആധുനിക കണ്ടുപിടുത്തങ്ങളില്ലാത്ത കാലഘട്ടത്തില്, ഗവേഷണങ്ങൾ നടത്തപ്പെടാത്ത കാലഘട്ടത്തില്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യയിലെ മരുമണ്ണിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകർ തന്റെ അനുചരന്മാരെ വിളിച്ചെടുത്ത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി കൊടുക്കുകയാ. നിങ്ങൾ ഭൗമശാസ്ത്രം പഠിക്കണേ, നിങ്ങൾ വാനശാസ്ത്രം പഠിക്കണേ, നിങ്ങൾ അതുപോലെ ശാസ്ത്ര മേഖലകളിലേക്ക് കടന്നു പോകണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനല്ലേ പഠിപ്പിച്ചു തരുന്നത്. വീണ്ടും അല്ലാഹു തആല നമ്മളോട് ചോദിക്കുകയാ, അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂനഹു വം നഹ്നുൽ ഖാലിഖൂൻ. തുള്ളിത്തെറിക്കുന്ന ഇന്ദ്രിയത്തുള്ളിയെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്? ആ തുള്ളിത്തെറിക്കുന്ന ഇന്ദ്രിയത്തിൽ നിന്ന് പരിപൂർണ മനുഷ്യനെന്ന സൃഷ്ടിപ്പിലേക്ക് കൊണ്ടുവന്നത് എങ്ങനെയാ? പഠിക്കണം മനുഷ്യരെ, നിങ്ങൾ ഭ്രൂണശാസ്ത്രം നിങ്ങൾ പഠിക്കണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. മണ്ണിന്റെ സത്തയിൽ നിന്ന് മനുഷ്യനെ പടച്ച അല്ലാഹ് ആ ഇന്ദ്രിയത്തുള്ളിയെ അല്ലാഹു തആല രക്തപിണ്ഡമാക്കുകയാ. അത് പിന്നെ മാംസകഷണമായി മാറുകയാ, അതിലേക്ക് എല്ലുകൾ വന്നു മൂടുകയാ, അതിലേക്ക് മാംസം കൊണ്ട് പൊതിയുകയാ. അങ്ങനെ പരിപൂർണ മനുഷ്യ സൃഷ്ടിപ്പിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടിപ്പിനെ പറ്റി നിങ്ങൾ പഠിക്കുവോ? ആ എംബ്രയോളജിയെ പറ്റി നിങ്ങൾ പഠിക്കുവോ? ഭ്രൂണശാസ്ത്രത്തെ പറ്റി നിങ്ങൾ പഠിക്കുവോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ലോകത്തോട് വിളിച്ചു ചോദിക്കുകയാ, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. നിങ്ങൾ കുടിക്കുന്ന ഓരോ തുള്ളി വെള്ളത്തെ പറ്റിയും നിങ്ങൾ ചിന്തിക്കാത്തതെന്ത്? വാനത്ത് ലോകത്ത് നിന്ന് മേഘങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം ഇറക്കി തരുന്നതാരാ? ഓരോ തുള്ളി വെള്ളത്തെ പറ്റിയും ഗവേഷണം നടത്തണമെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന വിശുദ്ധ ഖുർആൻ. അഫറഅയ്തുമുൻ നാറല്ലതീ തുറൂൻ. നിങ്ങൾ കത്തിക്കുന്ന തീയെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ തീ കത്തുന്നത് എങ്ങനെയാണ്? തീ കത്തി നിൽക്കുന്നത് എങ്ങനെയാണ്? വാതകങ്ങളെ പറ്റി പഠിക്കണം, തീയെ പറ്റി പഠിക്കണം. ലോകത്തോട് വിളിച്ചു പറയുന്ന വിശുദ്ധമായ ഖുർആൻ. അഫറഅയ്തും മാ തഹ്റുസൂൻ അഅൻതും തസ്റഊനഹു വം നഹ്നു الزارعون لو نشاء لجعلناه حطاما فلولا تشكرون. അതേ ഭൂമിയിൽ നിന്നും വിത്തുകളിൽ നിന്ന് പൊട്ടിമുളച്ചു വരുന്നതായ ചെടികൊടികളെ പറ്റി നിങ്ങൾ പഠിക്കുന്നില്ലേ? നിങ്ങൾ സസ്യശാസ്ത്രത്തെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കുന്നില്ലേ? അതെങ്ങനെയാ വളർന്നു വരുന്നതെന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ലോകത്തോട് വിളിച്ചു പറയുന്ന വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഏത് നമ്മൾ എടുത്തു ലോകത്ത് പറഞ്ഞ് നിങ്ങൾ സുവോളജി പഠിക്കണം, നിങ്ങൾ ജിയോളജി പഠിക്കണം, നിങ്ങൾ അസ്ട്രോണമി പഠിക്കണം, നിങ്ങൾ എല്ലാ മേഖലകളും പഠിക്കണമെന്ന് ലോകത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുമ്പോ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടോ? ഇവിടെ അതിന്റെ ഇടയിൽ ഗവേഷണങ്ങളുണ്ടോ? ഇവിടെ കണ്ടുപിടുത്തങ്ങളുണ്ടോ? ഒരു ശാസ്ത്രജ്ഞനെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ഇവരൊന്നും ഇല്ലാത്തപ്പോ അള്ളാന്റെ ഖുർആൻ പറഞ്ഞ പഠിക്കണം. ഓരോന്നും വേർതിരിച്ച് പറഞ്ഞു പറയാൻ നിന്നാ തീരൂല. ഇനി ഒരുപാടുണ്ടാവും.